ഇന്ന് നല്ല ഹോട്ടൽ സ്റ്റൈലിൽ ഗ്രീൻ പീസ് മസാല ഗ്രേവി ഉണ്ടാക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ, ആപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ. നല്ല സ്വാദുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതല്ല ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസൊക്കെ വേവിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഒരു 4 പേർക്കൊക്കെ കഴിക്കാനായിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ തന്നെ ഒരു വിസിലൊക്കെ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിലാണ് വേവിക്കുന്നത്. 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയത് കാരണം കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേവണ സമയം കൊണ്ട് അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി വേഗം തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴട്ടാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇതേപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇല്ലാണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഗ്രീൻ പീസിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞിട്ട് ഗ്രീൻ പീസ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് ഒരുപാട് ഗ്രേവി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി കറിയുടെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ നല്ല റിച്ച് ആവാനും വേണ്ടിയിട്ട് ഒരു 3 അണ്ടിപ്പരിപ്പും ഒരു 5-6 ഉണക്കമുന്തിരിയും അത് നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ചേർക്കേണ്ട സമയത്ത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല റിച്ച് ആയിരിക്കും കറി. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടാൽ മതി. അപ്പോൾ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് വരും കറി. ഇതിപ്പോൾ ആപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.